എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ കേട്ടറ്റിന് സൈക്കോളജിയിലെ ഒരു പ്രധാന ടോപ്പിക്കാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. അതിനെക്കുറിച്ചാണ് പറയാൻ പോണത്. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ പരിസരത്തിൻ്റെ സമഗ്രതയിൽ നിന്നുളവാകുന്ന ഉൾക്കാഴ്ചയാണ് പഠനത്തിന് നിദാനം എന്ന് കരുതുന്ന സമീപനമാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തം. ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രധാന വക്താക്കളാണ് മാക്സ് വെർതീമർ, വോൾഫ്ഗാങ് കോഹ്ലർ, കർട്ട് കോഫ്ക എന്നിവരാണ് ഗസ്റ്റാൾട്ട് സിദ്ധാന്തത്തിൻ്റെ പ്രധാന വക്താക്കൾ. വില്യം വോണ്ടിൻ്റെ ഘടനാവാദത്തോടും അന്തർനിരീക്ഷണ സമീപനങ്ങളോടും പാവ്ലോവ്, വാട്സൺ തുടങ്ങിയവരുടെ വ്യവഹാരവാദത്തോടുമുള്ള വിമർശനം എന്ന നിലയിൽ ജർമ്മനിയിൽ രൂപം കൊണ്ട് അമേരിക്കയിൽ വളർന്നുവന്ന പ്രസ്ഥാനമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഇനി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം നോക്കട്ടോ. കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാൻസിയെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങൾ, മാക്സ് വെർതീമർ മനുഷ്യക്കുട്ടികളിൽ നടത്തിയ ഗണിത പ്രശ്നം ഉപയോഗിച്ചുള്ള പരീക്ഷണം, കോഴിക്കുഞ്ഞുങ്ങളിലും കുതിരകളിലും നടത്തിയ പരീക്ഷണം എന്നിവ ഈ മേഖലയിൽ നടന്ന പരീക്ഷണങ്ങളാണ്. ഇത് അതിന് മുന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ടുള്ളതാണ് കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പാൻസിയെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണത്തെക്കുറിച്ച്. ആരാണ് ഏത് സിമ്പാൻസിനെ ഉപയോഗിച്ച് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളാണ് സാമ്യതാ നിയമം. സാമ്യതാ നിയമത്തിന് മറ്റൊരു വേണം സാദൃശ്യ നിയമം. അംഗങ്ങളെ സമാനങ്ങളായി പ്രത്യക്ഷണം ചെയ്യുമ്പോൾ അവയെ പരസ്പര ബന്ധിതമായും പ്രത്യക്ഷണം ചെയ്യും. അതായത് സാദൃശ്യമായവയെ ഒരു ഗ്രൂപ്പായി കാണാനുള്ള പ്രവണത നമുക്കുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ എന്താ എല്ലാവരും ഇങ്ങനെ അടുത്തടുത്തിരിക്കുന്ന പോലെ തോന്നും. ഒരു ഡോട്ട്സ് കണ്ട. അപ്പോൾ അങ്ങനത്തെയാണ് സാമ്യതാ നിയമം. ഈ പിക്ചർ നിങ്ങൾ ശ്രദ്ധിച്ച് വെച്ചോണം. ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവാറുണ്ട്. സാമീപ്യ നിയമം അത് അടുത്തടുത്തുള്ള കൂട്ടങ്ങളായിട്ട് തോന്നുന്നതിനാണ് ഈ സാമീപ്യ നിയമം എന്ന് പറയുന്നത്. കണ്ട രണ്ട് ബോക്സ് പിന്നെ മറ്റൊരു ചെറിയ വര വലിയ വര. അപ്പം അങ്ങനത്തെ ഒരു കൂട്ടത്തിനെയാണ് സാമീപ്യ നിയമം എന്ന് പറയുന്നത്. അടുത്ത് സ്ഥിതി ചെയ്യുന്ന അംശങ്ങളെ ഓരോ രംഗചിത്രീകരണത്തിൻ്റെ ഭാഗങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. അതായത് സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണതയുണ്ടാകും. അതാണ് സാമീപ്യ നിയമം. ഇനി അടുത്തത് സമ്പൂർണ്ണ നിയമം. അതിന് മറ്റൊരു പേരാണ് പരിപൂർത്തി നിയമം. ഇതിൽ നോക്കിയ ഒരു വൃത്തം ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ അതിൽ വിട്ട് പോയ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യോജിപ്പിക്കുന്ന സംഭവത്തിനെയാണ് സമ്പൂർണ്ണ നിയമം എന്ന് പറയുന്നത്. ഒരു രൂപത്തിലോ ചിത്രത്തിലുള്ള വിടവുകൾ പൂർത്തിയാക്കാനുള്ള പ്രവണത നമുക്കുണ്ട് എന്നതാണ് ഈ നിയമം. അതായത് ക്ഷേത്ര ചിത്രീകരണത്തിന് വേണ്ടി നമ്മൾ ചിത്രത്തിലെയും രൂപത്തിലെയും തുറന്നു കിടക്കുന്ന അഗ്രങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്ന പ്രവണത കാണിക്കുന്നു. അതാണ് സമ്പൂർണ്ണ നിയമം. സമ്പൂർണ്ണ നിയമം പൂർത്തിയാകാത്ത രൂപം. അങ്ങനെ മനസ്സിൽ കരുതിയാൽ മതി. ഇനി തുടർച്ചാ നിയമം. പിന്നെ നോക്കിയേ, പ്രത്യേക ഘടകങ്ങളെ നമുക്ക് അർത്ഥപൂർണമായി ഒരു തുടർരേഖയോ രൂപമാതൃകയോ കിട്ടാൻ പാകത്തിൽ നാം സങ്കലനം ചെയ്യുന്നുവെന്ന് ഈ നിയമം സൂചിപ്പിക്കുന്നത്. ഈ തുടർച്ചാ നിയമത്തിൽ ഇങ്ങനെ നോക്കിയാൽ റൗണ്ട് കണ്ട തുടർച്ചയായിട്ട് കുറേ വട്ടങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നു. അത് പിന്നെ നോക്കിയേ, ചിത്രമേയ ഒരു രേഖ കണ്ടെത്തി ഒരു വക്രരേഖ ഖണ്ഡിക്കുന്നതായി കാണാനോ അതോ ബിയിൽ രണ്ട് ചിത്രങ്ങളുടെ സംഗമമായി കാണാനാണ് സാധ്യത കൂടുതൽ. ഇങ്ങനത്തെ ചിത്രത്തിനെയാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സംഭവം. ഇനി അടുത്തത് രൂപ പശ്ചാത്തല ബന്ധം. ഇനി അപ്പുറത്തൊരു ചിത്രം ഉണ്ട് കേട്ടോ, അത് കാണിച്ചു തരാം. അപ്പോൾ നോക്കിയാൽ ചിത്രത്തിൽ വെളുത്ത പശ്ചാത്തലം പരിഗണിച്ചു കൊണ്ട് കറുത്ത ഭാഗം നോക്കിയാൽ പരസ്പരം അഭിമുഖമായി നിൽക്കുന്ന രണ്ട് മുഖങ്ങൾ കാണാം. പശ്ചാത്തലം കറുത്ത ഭാഗമായി നോക്കിയാൽ ഒരു വെളുത്ത പൂപ്പാത്രമായിരിക്കും നാം കാണുന്നത്. ഒരു പ്രത്യേക രൂപ പശ്ചാത്തല ബന്ധം എന്നറിയപ്പെടുന്നു. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. ഇനി അന്തർദൃഷ്ടി പഠനത്തിലെ ഘട്ടങ്ങൾ: സമഗ്ര വീക്ഷണം, പൂർവാനുഭവ സമന്വയം, അംശങ്ങളും പൂർണ്ണവും തമ്മിലുള്ള ബന്ധസ്ഥാപനം, ദൃശ്യക്ഷേത്രത്തിൻ്റെ പുനഃസംഘടന, പൊടുന്നനെയുള്ള പ്രശ്നപരിഹാരം. ഇതാണ് അന്തർദൃഷ്ടി പഠനത്തിൻ്റെ ഘട്ടങ്ങൾ. ഇനി ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി. എന്ത് പഠിപ്പിക്കുന്നതും അർത്ഥപൂർണമായി പഠിപ്പിക്കുക എന്ന സന്ദേശം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്നു. ഉദാഹരണമായി സസ്യഭാഗങ്ങൾ എന്ന ഭാഗം പഠിപ്പിക്കുന്ന കുട്ടികളുടെ മുന്നിൽ മാതൃക സസ്യം പ്രദർശിപ്പിച്ച് ഒരു സമഗ്ര രൂപമായി ബന്ധിപ്പിച്ച അംശങ്ങൾ ഓരോന്നായി അവതരിപ്പിക്കുന്ന രീതിയാണത്. ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങളാണ് പശ്ചാത്തലവും അതിൽ നിന്ന് ഉയർന്നു വരുന്ന രൂപവും. ഇനി അധ്യാപകൻ കുട്ടിയിൽ ജിജ്ഞാസയും താല്പര്യവും അഭിപ്രേരണയും ജനിപ്പിക്കണം.